ഹെഡിങ് എഴുതിക്കോളൂ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. എല്ലാവരും ഹെഡിങ് എഴുതുക. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അപ്പം സോളിഡിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? സോളിഡിന്റെ മൊത്തം പ്രോപ്പർട്ടിയെ പറ്റി പഠിക്കാൻ പോവാ. അതായത് സോളിഡിനെ കംപ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും, സോളിഡിനെ വലിച്ചാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സോളിഡ് എത്ര ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റിജിഡ് ബോഡി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ. പിന്നെ ഇതിനകത്ത് ഹൂക്സ് ലോ എന്ന് പറയുന്ന വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ലോ ഉണ്ട്, അതിന്റെ ഗ്രാഫ് ഉണ്ട്, അതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സോളിഡിനെ പറ്റി പഠിക്കുന്നതുകൊണ്ട് തന്നെ, സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു ഫിക്സഡ് ഷേപ്പ് ഡെഫിനിറ്റ് വോളിയം ഉള്ള ഒരു 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 ഒബ്ജക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആ വിഭാഗമുള്ള ആൾക്കാരെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. അപ്പം മെയിൻലി റിജിഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എന്താ സോളിഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റിജിഡ് ബോഡി എന്താന്നുള്ളതാണ്. അപ്പം സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, റിജിഡ് ബോഡി എന്താണ്. റിജിഡ് ബോഡി. A body in which distance between any two points remains same അത് മതി. അതായത് a body ഓക്കെ. അപ്പം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതെന്താ? ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടി നമ്മൾ ഒരു സോളിഡിൽ ഫോഴ്സ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു തടിയെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കംപ്രസർ വെച്ചിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിങ്ങനെ ഇതാക്കിയിട്ട് ചിലപ്പോൾ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് 4 കഷ്ണം 5 കഷ്ണം ഒക്കെ ആയിട്ട് പോകും. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കംപ്രസർ കണ്ടിട്ടുണ്ടോ? യൂട്യൂബ് ചാനലിനകത്തൊക്കെ പല സാധനങ്ങളും വലിയ കട്ടിയുള്ള സാധനമൊക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഹൈഡ്രോളിക് കംപ്രസർ അല്ലേ? അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എത്ര കട്ടിയുള്ള സാധനം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്തിട്ട് ചപ്പാത്തി പോലെ ആക്കാൻ പറ്റും. ശരിയല്ലേ? ഇപ്പൊ ഇരുമ്പിനെയൊക്കെ വലിയ കട്ടിയുള്ള ഇരുമ്പിനെ ഇങ്ങനെ കംപ്രസർ വെച്ച് നല്ല ഇത്ര ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കംപ്രസ് ആയിട്ട് ചപ്പാത്തി പോലെ ആയിപ്പോ. ശരിയല്ലേ? അങ്ങനെ ആക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലേ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ റിജിഡ് ബോഡിയുടെ മൂവ്മെന്റ് ശരിയല്ലേ? ഇല്ലേ? അങ്ങനെയാണ് റിജിഡ് ബോഡിയെ നമ്മൾ രണ്ട് സൈഡിൽ ഫോഴ്സ് കൊടുത്ത് വലിക്കാനും പറ്റത്തില്ലേ? ഇല്ലേ? വലിച്ച് ഇലോങ്ങേറ്റ് ചെയ്യാനും പറ്റും ഇല്ലേ? ഇപ്പൊ ഇരുമ്പ് നൂൽക്കമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? നൂൽക്കമ്പി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കമ്പിയുടെ കോപ്പർ വയർ ഒരു എക്സാമ്പിളാണ്. അപ്പൊ കോപ്പർ വയറിലോട്ട് നിങ്ങൾ വെയിറ്റ് ഇങ്ങനെ ഹാങ് ചെയ്യുവാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ആ കോപ്പർ വയർ എന്ത് ചെയ്യും? ഇങ്ങനെ വലിഞ്ഞു വരും. അതായത് റബ്ബർ ബാൻഡ് പോലെ വലുതായിട്ട് വലിയുമെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും അതിന് നോർമലി എന്താ, നോർമൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ അതിന്റെ ലെങ്ത് കൂടുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ അതിന്റെ മൂവ്മെന്റ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് റിലേറ്റഡ് ടു മൂവ്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ സോളിഡിന്റെ മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ, റിയൽ ആയിട്ടുള്ള മീനിങ്ങിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡിയുടെ പ്രത്യേകത എന്താ? റിജിഡ് ബോഡിയുടെ 2 പോയിന്റുകൾ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ അതിനെ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്താലൊന്നും എന്ത് ചെയ്യത്തില്ല ആ റിജിഡ് ബോഡിയെ. ഇപ്പം ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പേനയുടെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ഞെക്കുക, ഈ പേന മൂവ് ചെയ്യൂ അല്ലെ? പേന ഞെങ്ങുവോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു റിജിഡ് ബോഡിയാണ്. അപ്പൊ ഇതിന്റെ 2 പോയിന്റ് എപ്പോഴും എന്തായിരിക്കും? ഇതിന്റെ ഏതെങ്കിലും 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കും. അതായത് അവിടെ അതിന്റെ ഡിസ്റ്റൻസ് 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് ഞെങ്ങുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇങ്ങേ അറ്റത്തെ ഒരു പോയിന്റ് ഇങ്ങേ അറ്റത്തെ ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തേനെ? മാറിയേനെ ഇല്ലേ? അപ്പം റിജിഡ് ബോഡിയെ ജനറൽ കംപ്രസർ വെച്ചിട്ട്, ഇപ്പൊ വലിയ ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാനല്ലാതെ വേറെ ഇപ്പം അത്യാവശ്യം ഇപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സിനേലും കുറച്ചുകൂടെ കൂടുതൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ഇതും അങ്ങോട്ട് കംപ്രസ് ആയി പോയി അല്ലെങ്കിൽ പൊട്ടിപ്പോകും അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ? അപ്പം റിജിഡ് ബോഡിയുടെ ജനറൽ ഡെഫിനിഷൻ എന്താ? ആ റിജിഡ് ബോഡിയുടെ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ. പക്ഷെ പെർഫെക്റ്റ്ലി റിജിഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഏതൊരു കട്ടിയുള്ള ഒബ്ജക്റ്റിന് നമ്മൾ കംപ്രസർ വെച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ബട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡോട്ട് എഴുതുക. നോ ബോഡി, നോ ബോഡി, രണ്ടും ഡോട്ട് ഇട്ട് എഴുതുക കേട്ടോ. നോ ബോഡി ഈസ് പെർഫെക്റ്റ്ലി റിജിഡ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഒരു ബോഡിയും പെർഫെക്റ്റ്ലി റിജിഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇലാസ്റ്റിസിറ്റി. എന്താണ് ഇലാസ്റ്റിസിറ്റി? അപ്പൊ നമ്മള് വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? റബ്ബർ ബാൻഡ് പോലെ വലിയുന്നത്. എന്നാൽ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ റബ്ബർ ബാൻഡ് പോലെ വലിയുന്നതല്ല. വലിയുന്നതല്ല ഇലാസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? നമ്മള് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ആ ഫോഴ്സ് വിടുമ്പോൾ തിരിച്ച് അതിന്റെ പഴയ പൊസിഷൻ അറ്റൈൻ ചെയ്താൽ മാത്രമേ ആ ബോഡി ഇലാസ്റ്റിക് ആണെന്ന് പറയത്തുള്ളൂ. ഓക്കെ. പഴയ ഷേപ്പ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് റബ്ബർ ബാൻഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റബ്ബർ ബാൻഡ് ആണെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ച് പഴയ ഷേപ്പ് തന്നെ അറ്റൈൻ ചെയ്യും അല്ലേ? എന്നാൽ എല്ലാ ബോഡീസും നമ്മളിങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് പഴയ ഷേപ്പ് അറ്റൈൻ ചെയ്യും? ഇല്ല. ചിലപ്പോൾ വലിഞ്ഞു നിൽക്കും ഇല്ലേ? അതൊരു പർട്ടിക്കുലർ ഫോഴ്സിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇലാസ്റ്റിക് നേച്ചർ കാണത്തില്ല. അപ്പം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഷേപ്പ് നമ്മളൊരു ഫോഴ്സ് ഡീഫോമിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ആ ബോഡി ഇലാസ്റ്റിക് ബോഡിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അത് ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ. ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഓഫ് എ മെറ്റീരിയൽ by virtue of which it regains original shape shape on the removal of the deforming force എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ കൊടുത്ത ഫോഴ്സ് ആണ്. deforming force is called elastic. The deformation caused is called the deformation. അതായത് removal of deforming force എന്ന് കൂടെ. The property of a material by virtue of which it regains original shape on the removal of deforming force is called elasticity. And the deformation caused is called elastic deformation. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ഇതിന്റെ കൂടെ തരാം. എക്സാമ്പിളും കൂടെ തരാം. If you stretch a helical spring by gently pulling its end, the length of the spring increases slightly. ശരിയല്ലേ? നമ്മളൊരു ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിംഗ്
ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് രണ്ടറ്റത്തും നമ്മൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? അതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? കുറച്ച് കൂടും അല്ലേ? കുറച്ച് കൂടും. ഇനി when you leave the ends of the spring it regains its original size and shape. ഓക്കെ, ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞൊരു ചോദ്യം കഴിഞ്ഞ വർഷം കേരളയ്ക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഏതോ ഒരു ഇയറിൽ നിങ്ങളുടെ ഏതോ ഒരു സ്കൂളിൽ ബോർഡ് എക്സാം അല്ല, നിങ്ങളുടെ സ്കൂളിലിട്ട എക്സാമിന് ഫൈനൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അതും കൂടെ ഞാൻ ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഇപ്പൊ ആരാ കേറിയതെന്ന് പറയണേ? ഇപ്പൊ ആരായിരുന്നു കേറിയത്? ഇപ്പൊ ആരാണ് കേറിയെങ്കിലും ഒരു ഷേബയാണേ ഒരു മിനിറ്റ് ഫോൺ കണക്ട് ആയതോളൂ, ഞാൻ കൊടുക്കാമേ. ഓക്കെ ഓക്കെ. ഞാൻ വന്നു കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സോളിഡ് എന്ന് പറഞ്ഞ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോളിഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പേജ് വിട്ടിട്ട് അടുത്ത ഈ ഒരു ഹെഡിങ് എഴുതിക്കോ, കാരണം ഇത്ര എഴുതിപ്പിച്ചായിരുന്നു കേട്ടോ. ഓക്കെ, എഴുതിക്കോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സോളിഡിന്റെ മണ്ടയ്ക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും അതിന്റെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവുകയും പിന്നീട് ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ ഷേപ്പിലേക്ക് വരികയും ചെയ്യുന്ന പ്രോപ്പർട്ടീനെയാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്. എന്താ? നമ്മള് ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ വലിച്ചു കഴിഞ്ഞ് വിട്ട ഉടനെ തന്നെ ഇത് തിരിച്ചു പോകുന്നെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അല്ല, കുറച്ച് സമയം എടുത്തിട്ടാണ് അത് റീഗെയിൻ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോ ഒരു മറ്റേ പിള്ളേർക്കൊക്കെ കളിക്കുന്ന പ്ലാസ്റ്റിക് ബോളില്ലേ, ആ ബോളിൽ നമ്മളൊന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീഗെയിൻ ചെയ്ത് പഴയ ഷേപ്പ് വരാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. വലിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഞെങ്ങിപ്പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത്യാവശ്യം ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിൽ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കാറുണ്ട്. നേരെ മറിച്ച് റബ്ബർ ബാൻഡ് നിങ്ങൾ വലിച്ചിട്ട് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും? തിരിച്ച് പഴയ ഷേപ്പ് വരും. അല്ലെങ്കിൽ സ്പ്രിങ്, ഇപ്പൊ പറഞ്ഞ ഹെലിക്കൽ സ്പ്രിങ്, നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു വിട്ടു, എന്ത് സംഭവിക്കും? തിരിച്ച് പഴയ പൊസിഷനിൽ വരും. ഓക്കെ, അതായത് ഈ സ്പ്രിങ്, ചെറിയ സ്പ്രിങ് എടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല, പിന്നെ അതിങ്ങനെ നൂർന്ന് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ പറയുന്നത് സാധാരണ ജനറൽ കൺസെപ്റ്റിലുള്ള ഇലാസ്റ്റിക്. റബ്ബർ ബാൻഡ് എക്സാമ്പിൾ എടുത്താൽ മതി. ഓക്കെ, വേറൊരു ചോദ്യം ഉണ്ട് ഇതിനകത്ത്. റബ്ബർ ആണോ സ്റ്റീൽ ആണോ കൂടുതൽ ഇലാസ്റ്റിക് എന്ന്? ആ, റബ്ബർ അല്ല, സ്റ്റീൽ അതിന്റെ ആൻസർ. അത് പറഞ്ഞുതരാം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. എല്ലാവരും റബ്ബർ എന്ന് എഴുതി വെക്കും. റബ്ബർ ആണോ സ്റ്റീൽ ആണോ ഇലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന റബ്ബറാണ്. പക്ഷെ റബ്ബറിനേക്കാളും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് സ്റ്റീലാണ്. അപ്പൊ നോക്കിക്കോ. അപ്പം ബോഡി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചാൽ
വലിഞ്ഞു വരുന്നത് മാത്രമല്ല, വലിച്ചാൽ വലിഞ്ഞു വരുന്നതും ആ ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് കൃത്യം അതിന്റെ പഴയ ഷേപ്പിൽ പോകുന്നതുമാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇത് എഴുതിക്കോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ദ ബോഡി വിച്ച് have the capability to regain